വയനാട് പുനരധിവാസ ഫണ്ട് തിരിമറി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ലാതെ പാടുപെടുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. യൂത്ത് കോൺഗ്രസ് പിരിക്കാൻ തീരുമാനിച്ചത് 2,80,00,000, അതായത് 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് 2 ലക്ഷം വെച്ച്. വാർത്താസമ്മേളനത്തിൽ ഒരു കെട്ട് പേപ്പർ ഉയർത്തിക്കാട്ടി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് 88 ലക്ഷത്തിൻ്റെ കണക്കിതിലുണ്ടെന്നാണ്. അപ്പോൾ ബാക്കി പണം എവിടെ? അതിൻ്റെ കണക്കെവിടെ? 88 ലക്ഷത്തിനാണോ 30 വീടുകൾ മാങ്കൂട്ടവും ഷാഫിയും കൂടി പണിയാൻ പോകുന്നത്? ഇവർ പറയുന്നതും പിരിവിലെ കണക്കും ഒന്നും ഒത്തുപോകുന്നില്ല. കോൺഗ്രസ് വാദം അതുപോലെ തന്നെ ഗംഭീരമാണ്. ഭൂമി ലഭിക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നും കോൺഗ്രസ് സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുമെന്നുമാണ് KPCC നേതൃത്വം പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന് സ്ഥലം കിട്ടിയെന്നും വീട് പണിയുന്നുവെന്ന് ഇവർ തന്നെ പറയുന്നുമുണ്ട്. സർക്കാർ ഭൂമി തന്നില്ലത്രേ. എൽസ്റ്റൺ ഭൂമി ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നൂലാമാലകൾ നമ്മൾക്കൊക്കെ ഓർമ്മയുള്ളതാണ്. സുപ്രീം കോടതി വരെ കേസ് നടത്തി. ആ ഭൂവുടമകൾ, ആ പ്ലാന്റേഷൻ ഉടമകൾ സുപ്രീം കോടതിയിൽ വരെ അതിനെതിരെ പോയി. സുപ്രീം കോടതി അടക്കം അംഗീകരിച്ച് ആ എൽസ്റ്റൺ ഭൂമി ഭൗമശാസ്ത്രജ്ഞരടങ്ങുന്ന വിദഗ്ധ സംഘം പരിശോധിച്ച് അതാണ് ദുരന്തബാധിതർക്ക് ഏറ്റവും സുരക്ഷിതമായി ഇനി കഴിയുന്ന പാർപ്പിടം ഒരുക്കാൻ പറ്റുന്ന ഇടമെന്ന് കണക്കാക്കി ആ എൽസ്റ്റൺ ഭൂമി ഏറ്റെടുത്ത് അവിടെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മാതിരി ഡയലോഗുകൾ. സ്വന്തം പ്രവർത്തകർ നേതാക്കൾക്ക് കൊടുത്ത 1.5 പണി ഇനിയും പിരിക്കുമായിരിക്കും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് VK സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറി; നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്; അഡ്വക്കേറ്റ് ലാൽകുമാർ. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി പോലീസിലേക്ക് പോയിട്ടുമുണ്ട്. അതിൽ 8 പ്രതികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി OJ ജനീഷിൽ എത്തുന്ന അബിൻ വർക്കി, അരിത ബാബു, അനുതാജ്, വൈശാഖ്, വിഷ്ണു, സുനിൽ, ഷിബിൻ എന്നിവർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാക്കളാണ്. അങ്ങനെ 8 പ്രതികളുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ട്. അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി വായിക്കേണ്ടതുണ്ട്. സംസ്ഥാന തലത്തിൽ 2,80 രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് 30 വീടുകൾ നിർമ്മിക്കുമെന്ന് മേൽപ്രതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ശേഖരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. ഏത്? യൂത്ത് കോൺഗ്രസിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യമാണ്. കേരള ഹൈക്കോടതിക്ക് സമീപം ധനസമാഹരണം നടത്തിയപ്പോഴാണ് ഇതിലെ പരാതിക്കാരി സംഭാവന നൽകിയത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്തതിൻ്റെ കണക്കുകൾ പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കാതിരിക്കുന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഏകദേശം 88 ലക്ഷം രൂപയാണ് ഔദ്യോഗികമായി ഔദ്യോഗികമായി ശേഖരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ തുകയുടെ സമഗ്ര കണക്കുകളും ഫണ്ട് ഉപയോഗിച്ചത് എങ്ങനെയാണെന്നതിൻ്റെ വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സംസ്ഥാന സമിതി നിർദ്ദേശിച്ച് പിരിക്കാൻ തീരുമാനിച്ച 2,80,00,000 രൂപ എന്നുള്ളത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തിട്ടുള്ളതാണെന്ന് ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. 2,80,00,000 പിരിക്കാൻ തീരുമാനിച്ചു. അതിൽ 88 ലക്ഷം എന്ന നില വരുന്നു. അപ്പോൾ എന്നാൽ അതിൻ്റെ നിയമപരമായ ഓഡിറ്റ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ നടപടികൾ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പൊതുജനങ്ങളെ മനഃപൂർവ്വം പറഞ്ഞു പറ്റിച്ച് പണം അപഹരിച്ചു 1 മുതൽ 8 വരെയുള്ള പ്രതികൾ വിശ്വാസവഞ്ചന ചെയ്തിട്ടുള്ളതാണ് എന്ന നിലയിൽ പോകുന്ന പരാതി പോലീസിലേക്കും പോയിരിക്കുന്നു. എനിക്ക് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കാനുള്ളത്, ഇത്തരം പരാതി അടക്കം നിൽക്കുന്നു, സമൂഹത്തിൽ വലിയ ചർച്ച നടക്കുന്നു, യൂത്ത് കോൺഗ്രസിന് തന്നെ സംസ്ഥാന ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉയർന്നുവന്ന വ്യക്തമായ മാധ്യമ വാർത്തകൾ വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. പേപ്പർ കെട്ടുകൾ എടുത്തുകാട്ടി ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ് 88 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വാർത്താ സമ്മേളനം നടത്തി പിരിച്ചെടുത്ത തുകയുടെ കണക്ക് രാഹുൽ മാങ്കൂട്ടം പാസ്സാക്കിയെടുത്തോ? അപ്പോൾ ഈ ചർച്ചയിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഒരുപാട് പ്രേക്ഷകർ ഇത് കേൾക്കുകയാണല്ലോ. അപ്പം അതിൽ അത് ക്ലിയർ ചെയ്യാം. എക്കോ വരുന്നുണ്ട്. ക്ലിയർ ചെയ്യാം, പറഞ്ഞോളൂ. അതെ. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം കാണേണ്ടത്, ഇപ്പോൾ കൈരളിയാണ് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. കൈരളി ചർച്ചയ്ക്ക് എടുത്തു ഈ വിഷയം. നേരത്തെ 70 രൂപയുടെ അഴിമതി ആരോപിച്ചിട്ട് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ചിട്ട് കേരളത്തിലെ പല മാധ്യമങ്ങളും നടത്തിയ ചർച്ച നമ്മൾ മറന്നുപോയിട്ടില്ല. ഇന്നിപ്പോൾ ഇത്രയും വലിയ ഒരു അഴിമതി ആരോപണം
കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതൃയോഗത്തിൽ തന്നെ ഉയർന്നു വരുന്നു. KPCCയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള BA അബ്ദുൾ മുത്തലിബ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വളരെ സജീവമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച, വിവിധ പ്രാദേശിക നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു. ഇതെല്ലാം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കൊടുത്തു എന്നല്ലാതെ ഒരു പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയിട്ടില്ല. ഏതായാലും കൈരളി ആ വിഷയം എടുക്കുകയും അത് സമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു എന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ് ആമുഖമായിട്ട്. ഇവിടെ വയനാടിൻ്റെ കാര്യത്തിലുണ്ടായ എന്തൊരു വ്യാജമായ പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. ഞങ്ങൾ ജൂലൈ 30-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ആഗസ്റ്റ് 1-ാം തീയതി ഉച്ചയോടുകൂടിയാണ് DYFI അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാന ഭാരവാഹികളായിട്ട് ഞങ്ങളെല്ലാം അവിടെ ആ ദിവസം രാവിലെ തന്നെ എത്തുകയും യൂത്ത് ബ്രിഗേഡ് അണിനിരത്തിക്കൊണ്ടുള്ള വിവിധ സേവന പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ അടിയന്തരമായും ചെയ്യേണ്ടത് ഈ വീട് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു 25 വീടെങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നിർമ്മിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഞങ്ങൾ 25 പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവേശം കയറി 30 വീട് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന അതേ മാതൃകയിൽ ഞങ്ങൾ ആക്രി പെറുക്കിയും മറ്റ് പലവിധ വഴികളിൽ കൂടിയാണ് പണം സമാഹരിച്ചത്. അതേ മാതൃകയിൽ ഞങ്ങളുടെ അതേ രീതിയിൽ തന്നെ അവരും കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കൂടി പ്രഖ്യാപിക്കുന്നു, അങ്ങനെ പണം സമാഹരിക്കുന്നു. അപ്പം അങ്ങനെ പണം കൊടുത്ത ഒരാളാണ് ഇപ്പോൾ പരാതി കൊടുത്തുള്ളത്. അപ്പോൾ പണം എവിടെ എന്ന ചോദ്യം ഉണ്ടായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും സംഘടനകളോട് നിങ്ങൾ പണം പിരിച്ചോ, ഞങ്ങൾ ഭൂമി തരാം എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തവരാണ്. അതായത് 40 വീട്ടിൽ കൂടുതൽ ഓഫർ ചെയ്ത സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ടായിരുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. കൽപ്പറ്റ MLA കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള T സിദ്ദിഖ് ഉണ്ടായിരുന്നു. തുടങ്ങി കോൺഗ്രസിൻ്റെയും വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തന്നെ അവിടെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടൗൺഷിപ്പിൽ ഒരു വീടിന് ഇത്ര തുക വെച്ച് നൽകുകയാണെങ്കിൽ അത്രയും വീട് അതത് സംഘടനകൾ നൽകി എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം അന്ന് കുറച്ച് തുക അധികമായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് നടന്ന ചർച്ചയിലാണ് ഒരു വീടിന് 20 ലക്ഷം കണക്കാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് തന്നെ ഇറക്കിയത്. ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ് നടത്തി 100 വീടിൻ്റെ സമ്മതപത്രം കൈമാറുകയാണ് DYFI ചെയ്തത്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് അന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടേയില്ല. ആ യോഗത്തിൽ അവർ ഉന്നയിക്കുന്നില്ല. സർക്കാർ സന്നിഗ്ധമായി പറയുന്നുണ്ട് ഞങ്ങൾ ആർക്കും ഭൂമി കൊടുക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെ മുസ്ലിം ലീഗ് സർക്കാരിൻ്റെ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്ന് പിന്നീട് അവർ പ്രഖ്യാപിക്കുന്നു. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ പങ്കെടുത്തുകൊണ്ട് വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് തന്നെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അപ്പോൾ സർക്കാരിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയി ആ സർക്കാരിൻ്റെ പദ്ധതിയുമായി സഹകരിക്കുമെന്നാണ് DYFI പറഞ്ഞത്. സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് DYFI പറഞ്ഞത്. ആ കാര്യങ്ങൾ DYFI അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താണ്, ആ പണം പിരിച്ചു, ആ പണത്തിന് കൃത്യമായ കണക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ അവിടെ ക്യാമ്പിൽ ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു. അവരുടെ പിരിവിൻ്റെ ഭാഗമായിട്ട് പണം കൊടുത്ത ആളുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പണം കൊടുത്ത ആൾ ഞാൻ കൊടുത്ത പണം ആ ആവശ്യം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അനുഭവം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിലെ മൊത്തം യുവജന സംഘടനകൾക്കാകെ അപമാനമാണ്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലത്താണ്. പ്രത്യേകിച്ച് വയനാട് ദുരന്തം നമുക്കറിയാലോ, എത്രമാത്രം വിഷമിച്ചു നമ്മളെല്ലാവരും, എത്രമാത്രം അത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദുരന്തമുഖത്ത് പോയിട്ട് പോലും വ്യാജ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക? ഞാൻ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അത് അധികമായി പോകും. അപ്പോൾ ദുരന്തമുഖത്ത് പോലും വ്യാജ പ്രഖ്യാപനം നടത്തുന്നവരായിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ മാറി. അതാണ് ഗൗരവമായിട്ടുള്ള കാര്യം. അപ്പോൾ ക്യാമ്പിൽ ഇപ്പം കോൺഗ്രസിൻ്റെ ആളുകൾ പറയുന്നു നിങ്ങൾ DYFIയെ കണ്ടുപഠിക്കണം. എന്തൊരു അപമാനമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്ന കണക്ക് പ്രകാരം 88 ലക്ഷം മാത്രമാണ് പിരിച്ചത്.
ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ പരിപാടി 30 വീടിന് ആഹ്വാനം ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൊടുത്ത കാശ് 88 ലക്ഷം മാത്രമാണ്. DYFI ആഹ്വാനം ചെയ്തപ്പോൾ DYFI ഏൽപ്പിച്ചത് 20 കോടിയിൽ കൂടുതൽ തുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ആ 88 ലക്ഷം തന്നെ അർഹത ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുകയോ സർക്കാരിനെ ഏൽപ്പിക്കുകയോ അവർ സ്വന്തമായി ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാര്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ തുക ഞങ്ങൾ KPCCയെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞത്. നല്ല തമാശയല്ലേ പറഞ്ഞത്? KPCCയെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണോ ജനങ്ങളോട് ഇവർ പണം പിരിച്ചത്? പണം ഇവർ പിരിച്ചത് ജനങ്ങളോട് പറഞ്ഞ കാര്യം അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. 30 വീട് വൈകാതെ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ട് ആ പണം ഞങ്ങൾ ഭദ്രമായി ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, നിങ്ങൾ അധികം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതാ KPCC ഏൽപ്പിക്കും എന്ന് പറയാണ്. ഇതൊക്കെ എന്തൊരു ന്യായമാണ്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് പറയേണ്ട വർത്താനാണോ? ഇതാണ് വളരെ ഗൗരവമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയണം. ഒരുപാട് ആളുകൾ ഇവരെ വിശ്വസിച്ച് പണം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ആ പണം തിരിച്ചു കൊടുക്കണം. ഓക്കെ നിജേഷ്, അങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് യൂത്ത് കോൺഗ്രസ് തന്നെയല്ലേ? ഇതൊരു വ്യാജ പ്രഖ്യാപനമായിരുന്നു. യൂത്ത് കോൺഗ്രസിനെ പോലൊരു സംഘടന 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ 2 ലക്ഷം രൂപ വെച്ച് പിരിച്ച് 2,80,00,000 എത്താവുന്ന വിധത്തിൽ പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കണക്കുകളിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസിന് പിടിക്കാൻ കഴിയാത്ത പണമാണ്. DYFIക്ക് 20 കോടി പിരിക്കാമെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ പണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കണക്കെവിടെ? കണക്കുകളിൽ ഒന്നും ഒരു വ്യക്തതയില്ല എന്ന പ്രശ്നം വളരെ ഗൗരവമുള്ളതല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ കണക്കെടുക്കാനും സൂക്ഷിക്കാനുള്ള അവകാശം കുറച്ചെങ്കിലുമൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ എല്ലാത്തിലും കയറി ഇടപെട്ടാൽ, ഇപ്പൊ ഒരു ഏപ്രിൽ 15-നോ 16-നായിരുന്നു കൈരളി ചാനലിലെ വാർത്ത, കോഴിക്കോട് DCC ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട്. അന്ന് വൈകുന്നേരം വരെ അതിന്റെ ബ്രേക്കിംഗ് ന്യൂസ്, കുറെ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്ത. പിന്നീട് അത് കണ്ടിട്ടില്ല. ഇന്ന് ഇപ്പൊ ശരത്ത് വളരെ അധ്വാനിച്ച് പറയുന്നു, DYFIയുടെ നേതാവ് സനോജ് പറയുന്നു നാളെ ഈ സാധനം കാണില്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ ബോധ്യമുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന്. തൽക്കാലം DYFIക്കാരന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ പ്രവർത്തകരെ ആളയച്ച് വെട്ടിക്കൊന്ന് വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം ആ പ്രതിക്ക് വേണ്ടി പിരിവെടുത്ത് കേസ് നടത്തിയ DYFIക്കാരന്റെ ഉപദേശം യൂത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആവശ്യമില്ല. എഴുതി വെച്ചോ, ആവശ്യമില്ല. ഞങ്ങളുടെ പണി ഞങ്ങൾ എടുത്തുകൊള്ളും, ഞങ്ങൾ ചെയ്തുകൊള്ളും. യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് ചോദിക്കുന്നു, യൂത്ത് കോൺഗ്രസ് കണക്ക് പറയുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അതായത് DYFIക്കാരന്റെയോ അല്ലെങ്കിൽ CPMന്റെ പാർട്ടി ചാനലിന്റെയോ ഉപദേശം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആവശ്യമില്ല. ഞങ്ങൾ നടപടിയായിട്ട് പോകും. നിങ്ങൾ ഈ കേസൊന്നും അല്ല ശരത്തെ ഉണ്ടായിരുന്നത്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലെ നീലപ്പെട്ടി വിവാദത്തിൽ കേസെടുത്തിരുന്നു. എവിടെ എത്തി കേസ്? കോഴിക്കോട് 2019 തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ MP-ക്കെതിരെ കേസുണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു ആഘോഷം? വലിയ ആഘോഷമായിരുന്നു. കള്ളനാണ് രാഘവൻ എന്ന് എഴുതി വെച്ച്. എവിടെ എത്തി കേസ്? അന്ന് FIR ഇട്ടത് വാർത്ത ഉണ്ടായിരുന്നല്ലോ, ചർച്ച ഉണ്ടായിരുന്നല്ലോ. എവിടെ എത്തി കേസ്? നിങ്ങൾ എടുത്ത് ഏതെങ്കിലും ഒരു കേസ് മുന്നോട്ട് പോയിട്ടുണ്ടോ? ഈ വാർത്ത സൃഷ്ടിക്കാനുള്ള കേസല്ലാതെ ഒരു കേസ് എടുക്കാൻ, ആ കേസ് പിറകിൽ പോവാൻ, ആ കേസ് തെളിയിക്കാൻ ഈ കാലം വരെ സാധിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? ആരോട് പറയാൻ വേണ്ടിയിട്ടാണ്? അല്ലെ പിന്നെ സർക്കാർ ഇപ്പം കവളപ്പാറ കിടക്കുന്നുണ്ട്. കവളപ്പാറയിൽ കഴിഞ്ഞ ദിവസം സരോജ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ തർക്കങ്ങളാണ്. ജനങ്ങളുടെ പണം പിരിച്ചുണ്ടാക്കിയ ആ പണത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിൽ ആ കണക്കിന്റെ വിശദീകരണം നിങ്ങൾ കൊടുക്കണ്ടേ? ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? പൈസ പിരിച്ചാൽ ഞങ്ങൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കും. അതിന് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തത് എന്താണ്? എവിടെ 2,80,00,000? ശരി, എവിടെ 2,80,00,000? എവിടെ 2,80,00,000? അല്ലെ, അത് ശരത്തെ ഞങ്ങൾ പിരിച്ച പൈസയുടെ കണക്ക് ഞങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. ഞങ്ങൾ പറഞ്ഞ പണിയും പൂർത്തീകരിക്കും. ഇത് നിങ്ങളുടെ സ്വകാര്യ ട്രസ്റ്റ് അല്ല, ഇതൊരു സ്വകാര്യ ട്രസ്റ്റ് അല്ല, ഇത് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ പിരിച്ചതാണ്. അപ്പോൾ അതിന് പണം, അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പേപ്പർ കെട്ട് ഉയർത്തിക്കാട്ടിയാൽ പോരാ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച കണക്കുണ്ടോ? അവതരിപ്പിച്ച് അംഗീകരിച്ച് ശരത്തിന് കൃത്യമായി പറയാം. ശരത്തെ ഇതേ കൈരളി ചാനൽ പണം മുക്കി എന്ന് വാർത്ത കൊടുത്തു. പണം മുക്കി, വകതിരിച്ചു വിട്ടു. ആ വാർത്ത എങ്ങനെ കൊടുത്തെന്നറിയോ? മുക്കി എന്ന് വാർത്ത വിട്ടു. ഞങ്ങൾ ആ പൈസ പിരിച്ചത് മുതൽ, അന്ന് പരസ്യമായി പറഞ്ഞ അക്കൗണ്ടിനകത്ത് വന്നത് മുതൽ ഇന്ന് വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൈരളി ചാനലിൽ തന്നു. എന്തേ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല? ആര് പറഞ്ഞു? ആ വാർത്താ സമ്മേളനം എല്ലാം കൊടുത്തു. ഞാനും പറഞ്ഞല്ലോ. നിജേഷ് ഒന്ന് കേൾക്കൂ, ഇത് കണക്കാണല്ലോ, രാഷ്ട്രീയ അവകാശവാദങ്ങളല്ല. നിജേഷ്, കണക്കല്ലേ നമ്മൾ സംസാരിക്കുന്നത്?
നിങ്ങൾ 140 നിയോജക മണ്ഡലങ്ങൾ, കേരളത്തിൽ തർക്കമില്ലല്ലോ, ആ 140 നിയോജക മണ്ഡലങ്ങളിൽ 2 ലക്ഷം രൂപ വെച്ച് പിരിച്ചാൽ എത്രയാണ്? 2,80,00,000 ഇല്ലേ? ആ 2,80,00,000 നിങ്ങൾ ഈ കാലം അത്രയും കഴിഞ്ഞു പറഞ്ഞത് 88 ലക്ഷം രൂപ. അത് വിശ്വസിക്കണോ? യൂത്ത് കോൺഗ്രസ് പോലൊരു സംവിധാനത്തിന് ഇത്രേ കിട്ടൂന്നാണോ? എന്ന് വെച്ചാൽ അക്കൗണ്ടിൽ വന്നത് 88 ലക്ഷം, ബാക്കി പണം എവിടെ? മറുവഴിക്കും പണം സ്വരൂപിക്കാൻ തീരുമാനിച്ചു. ഈ 88 ലക്ഷം രൂപയ്ക്ക് എവിടെയാണ് സാർ 30 വീട് പണിയാൻ പറ്റുന്നത്? ഭൂമി പോലും വാങ്ങാൻ കഴിയില്ലല്ലോ, പിന്നല്ലേ വീട് വെക്കുന്നത്? ഇത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? ഇത് കൈരളിയോട് പറയണ്ട എന്ന് പറയുന്നതോ ഡിവൈഎഫ്ഐയോട് പറയണ്ട, ഇതിന് സമാധാനം പറയണ്ടേ? നിങ്ങൾ എന്തിനാ ശരത്തെ വേർക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരൻ ജനങ്ങളോട് പിന്നെ എന്തിനാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ജനങ്ങളോടാണ്. അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ എന്തിന് കുറച്ച് വക്കീലന്മാരെ വിളിച്ചു? നിങ്ങൾ എന്തിനാണ് വാർത്താ സമ്മേളനം വിളിച്ചത്? സൗകര്യമില്ലാതെ പറഞ്ഞ പോലെ. നിജേഷ്, എന്തിനാണ് മാങ്കൂട്ടം വാർത്താ സമ്മേളനം വിളിച്ചത്? എന്തിനാണ് വാർത്താ സമ്മേളനം വിളിച്ചത്? പറയ്, എന്തിനാണ് വിളിച്ചത്? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ നിങ്ങൾ പണം മുക്കി എന്ന വാർത്ത കൊടുത്തു, പണം വഴിതിരിച്ചു വിട്ടു എന്ന വാർത്ത കൊടുത്തു. ശരി, അപ്പോ വിശദീകരിച്ചില്ലല്ലോ. അതില്ല എന്ന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എത്രയാണുള്ളത് എന്ന് പരസ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. അതായത് 2,80,00,000 നിങ്ങൾ പിരിച്ചിട്ടില്ല, ഇതാണോ? ഞങ്ങൾ കരിമണയിൽ എന്താണ് സാർ, നമ്മൾ കൃത്യമായ കണക്ക് വെച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന എന്ത് കാര്യം? നിങ്ങൾ പിരിക്കാൻ ഒരു വർഷം മുമ്പ് തീരുമാനിച്ചത് 2,80,00,000. അത് ഈ നാട്ടുകാർ നിങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്താണ് സാർ, എന്താണ് സാർ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് മറുപടിയാവില്ല. ഞങ്ങൾക്ക് പ്രയാസം അല്ല. ശരത്തെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഇത്ര കിട്ടിയിട്ടുണ്ടാവുമെന്ന് അസ്യൂം ചെയ്യാൻ, ഗസ് ചെയ്യാൻ, അത് ഗസ് ചെയ്ത് ആന്റിസിപ്പേറ്റ് ചെയ്ത് കണക്ക് അവതരിപ്പിക്കാൻ താങ്കൾ ആരാ? നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചല്ലോ. നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചു. നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചു. രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം നടത്തി. സംസാരിക്കാൻ, ചോദിക്കാൻ കേരളത്തിന് അവകാശമുണ്ട്. അതിന്റെ കണക്ക് പറയേണ്ട ഉത്തരവാദിത്വം നിജീഷിനുണ്ട്. അതില്ലാതെ വർത്തമാനം പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? എന്റെ ചോദ്യം കണക്ക് വെച്ചാണ്. കൈരളി ചാനലിന്റെ നിങ്ങളുടെ ചോദ്യകർത്താക്കൾ എന്തുകൊണ്ട് ആ സമയത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല? ഞങ്ങൾ കണക്ക് അസ്യൂം ചെയ്തുകൊണ്ടും ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും ഒരു കണക്ക് പറയുന്നത് ഷെയർ മാർക്കറ്റോ? ഷെയർ മാർക്കറ്റോ? അതുകൊണ്ട് ശരത്ത് വെച്ച വെള്ളം എടുത്തു അധികാരമൊന്നും നിങ്ങൾക്കില്ല. ഇതിൽ പ്രശ്നം, ഇതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറം ഒരു വലിയ ദുരന്തത്തിൽ നാട്ടുകാരോട് ഞങ്ങൾ ദാ ഇത് ചെയ്യാൻ പോകുന്നു, 30 വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളുടെ വാദമല്ല, താങ്കളുടെ വാദമല്ല ഞാൻ എടുത്തത്. യൂത്ത് കോൺഗ്രസ് എന്താണ് കയ്യിൽ വെച്ചിട്ട് ഒരു വീട് പോലും ഇതുവരെ വെച്ചു കൊടുക്കാത്ത ആളുകൾ ദയവ് ചെയ്ത് ന്യായീകരിക്കല്ലേ? അതങ്ങോട്ട് കൊടുക്കാം, അത് സജഷൻ കൊടുക്കാം. ഇന്ന് സംഭവിച്ചത് എന്താണ്? ഇതൊരു ഗുരുതരമായ പ്രശ്നം രൂപപ്പെട്ടു എന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് 88 ലക്ഷം രൂപ ബാങ്കിൽ വന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു അത് വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്ത് അംഗീകരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി അംഗീകരിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ പോലൊരു സംഘടന 2,80,00,000 പിരിക്കാൻ ആഹ്വാനം ചെയ്തിട്ട് ബാക്കി പണം വന്നില്ലേ? നിങ്ങൾക്ക് ആ പണം ജനം തന്നില്ലേ? അങ്ങനെ ജനം തരാതിരിക്കാൻ കാരണം നിങ്ങളിലുള്ള അവിശ്വാസം കൊണ്ടാണോ? തന്നിട്ടുണ്ട് എങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്ക് പോയി, ആരുടെ കൈകളിൽ പോയി? അതേക്കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മിണ്ടാതിരുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോഴും. താങ്കൾ അതിന് രാഷ്ട്രീയ വിശദീകരണം നൽകിയാൽ ഇതിന് മറുപടി ആവില്ല. കാരണം കണക്ക് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇതിൻ്റെ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. സജീഷ് ഇവിടെ വരാം. സനോജ് ഇഷ്യൂസ് റൈസ് ചെയ്തതാണ്. താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല. താങ്കൾ കണക്ക് പറഞ്ഞില്ല. കോൺഗ്രസിനോടാണെങ്കിൽ ഞാൻ മറുപടി പറയാം. താങ്കൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണക്കിന് മറുപടിയില്ല. ഇതിനകത്ത് പറഞ്ഞോളൂ. ഇതിനകത്ത് ഡിവൈഎഫ്ഐ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അഭിപ്രായം പറയുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്കറിയാലോ, രാഹുൽ മാങ്കൂട്ടം അവിടെ വന്നിട്ട് 30 വീട് പ്രഖ്യാപിക്കുന്നതിന്റെ വീഡിയോ ഞങ്ങളുടെ ഫോണിലുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ കേൾപ്പിച്ചു തരാം. രാഹുൽ മാങ്കൂട്ടം പറയാം, എത്രയും പെട്ടെന്ന് ഞങ്ങൾ പണം പിരിച്ച് 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ധാരാളം പണം അവർ നാട്ടിൽ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യത്തിന് UDF പ്രതി കോൺഗ്രസ് പ്രതി ഉത്തരം പറയുന്നില്ല. എന്താ ചോദ്യം എന്താണ്? 30 വീടിന് നിങ്ങൾ പണം പിരിച്ചു ഇല്ല എന്ന് പറയുന്നുണ്ടോ? ആ പിരിച്ച പണം എത്രയാ എന്ന ചോദ്യം നിങ്ങളുടെ ക്യാമ്പിൽ ചർച്ചയായിട്ട് ഉയർന്നു വന്നു. നിങ്ങൾ നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അങ്ങനെ ചർച്ചയായിട്ട് ഉയർന്നു വന്നുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം കുറേ കടലാസം പൊക്കിപ്പിടിച്ചെന്ന് പത്രക്കാർ മുമ്പിൽ വന്നിരിക്കേണ്ടി വന്നത്. അപ്പോൾ 88 ലക്ഷം കൊണ്ട് 30 വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയുമോ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പോലുള്ളൊരു സംഘടന ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയാത്ത പോകുന്നൊരു സംഘടനയായി മാറുന്നത്? അതിന് നിങ്ങൾ ഉത്തരം പറയണം. അപ്പം അത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം നിങ്ങൾ പണ്ട് അങ്ങനെ നടന്നിട്ടില്ല ഇങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. പിന്നെ കോൺഗ്രസിൻ്റെ സംസ്കാരം നമുക്കറിയാലോ. ഇവരുടെ പഴയ KPCC പ്രസിഡന്റായിട്ടുള്ള CK ഗോവിന്ദൻ നായരുടെ പേരിൽ സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് പണം പിരിച്ചതിൻ്റെ കണക്ക് പോലും ഇവർക്ക് വെക്കാൻ പറ്റില്ല, സ്മാരകവും ഇല്ല. പിന്നീട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള CM സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ പണ്ട് സ്മാരകം പണിയാൻ വേണ്ടി പണം പിരിച്ചിരുന്നു. അതെല്ലാം കോൺഗ്രസിൻ്റെ ആ കാലത്ത് ഉലച്ചിട്ടുള്ള സംഭവങ്ങൾ, ചരിത്രമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും ഉന്നയിച്ചത് CPM നേതാക്കന്മാരല്ല, കോൺഗ്രസ് തന്നെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് നിരവധി നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത് മാത്രം ഞാനിവിടെ പറഞ്ഞത്. ചിറക്കൽ രാജാസ് സ്കൂള് കണ്ണൂരിലാണ്. K. സുധാകരൻ ആ സ്കൂൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് നിരവധി കോടികൾ പിരിച്ചിട്ടുണ്ട്. അതിന് കണക്ക് പിന്നീട് ആരും പറഞ്ഞിട്ടില്ല. അത് P. രാമകൃഷ്ണനെ പോലുള്ള ആ കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് ചോദിച്ചു. ആ ചോദിച്ച DCC പ്രസിഡന്റിനെ DCC ഓഫീസിൽ കയറുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് മുദ്രാവാക്യം വിളിക്കാൻ കുറേ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് സുധാകരനാണ്. അങ്ങനെയെല്ലാം നിരവധി ചരിത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ഇതൊരു ദുരന്തത്തെ നിങ്ങളെ സ്മാരകത്തിന് വേണ്ടി പിരിക്കുകയോ മുക്കുകയോ എന്തോ ചെയ്തോ, പക്ഷെ ഒരു ദുരന്തമുഖത്ത് വന്നിട്ട് ഷോ കാണിച്ച് പത്രസമ്മേളനം നടത്തി അങ്ങനെ മാധ്യമങ്ങളിൽ നിന്നെല്ലാം വലിയ വാർത്താ കാർഡുകൾ ഇറക്കിയിട്ട് ഞങ്ങളെന്തോ വലിയ സംഭവം നടത്താൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് ആ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ പണത്തിൻ്റെ കണക്ക് DYFIക്കാർ ഉപദേശിക്കേണ്ട, നിങ്ങൾ ചോദിക്കാനായിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരുമാതിരി ജനങ്ങളുടെ വെല്ലുവിളിയാണ്. ഞങ്ങൾ ഇതുവരെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഒരു ഉപദേശത്തിനും യൂത്ത് കോൺഗ്രസിന് ഇല്ല. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെ ഉപദേശിക്കാനും ആളല്ല. നിങ്ങളെന്ന് ഉപദേശിച്ച് നന്നാക്കാൻ ഞങ്ങൾ കഴിയുന്ന കാര്യവുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അനുയായികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ആരാ കേസ് കൊടുത്തത്? DYFI ആണോ? DYFI അല്ല. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ 30 വീട് കൊടുക്കും എന്ന് വിശ്വസിച്ച് നിങ്ങളത് നടത്തിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പണം തന്നു. ആ പണം തന്ന ഒരു വനിതയാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്. ഞങ്ങൾക്കറിയുന്ന ആളല്ല, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ല. ധാരാളം ആളുകൾ ഇനിയും പരാതിയുമായിട്ട് വരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ സമാധാനം പറയേണ്ടി വരും നിങ്ങൾ. ഇവിടെ ലാൽകുമാർ, ഇപ്പോൾ നിജേഷ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ആഹ്വാനം ചെയ്ത് ജനങ്ങളോട് ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പിരിവിനിറങ്ങുന്നു. ആ പിരിവിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ പാർട്ടികൾക്ക് അവകാശമില്ലേ? ആ അവകാശമെങ്കിലും അവർക്ക് അനുവദിച്ചു കൊടുക്കൂ എന്ന നിലയിൽ ഒരു വിമർശനവും ഒരു നിലപാടും നിജേഷിന് ഈ ചർച്ചയിൽ തുടക്കത്തിലെടുക്കാൻ സാധിച്ചു. അത് ശരിയായി അവർക്ക് അതിനുള്ള അവകാശമില്ലേ? ആ അവകാശം പാലിച്ചുകൊണ്ട് അവർ പണം പിരിച്ചു, അവർക്ക് പണം വന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ആ പാർട്ടിക്കകത്തും പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം ഇരിക്കെ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ആ സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കണക്ക് അവതരിപ്പിച്ചല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, ഇവിടെ ഞാൻ ആലോചിക്കുകയായിരുന്നു, സാധാരണഗതിയിൽ നിജേഷ് വളരെ പക്വതയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹത്തിൻ്റെ പോയിന്റ് പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് അദ്ദേഹം കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എത്രമാത്രം അദ്ദേഹം പുറയിലാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നതെന്ന്. അല്ലെങ്കിൽ വളരെ കൃത്യമായി മറുപടി അങ്ങ് പറഞ്ഞാൽ മതി. താങ്കൾ ചോദിച്ച ചോദ്യം എന്താ? താങ്കൾ ചോദിച്ച ചോദ്യം അത് പൊതുസമൂഹം കേൾക്കേണ്ട ചോദ്യമാണ്. 88 ലക്ഷം രൂപയെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അത് യൂത്ത് കോൺഗ്രസിന് കൊടുത്തത് യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ലെന്നേ. അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്നെ കേൾക്കുന്ന ആൾക്കാർ വളരെ ജാഗ്രതയോടുകൂടി കേൾക്കണം. നമ്മുടെ നാട്ടിൽ പിരിവിന് വരുമ്പം നമ്മൾ പാർട്ടി നോക്കിയാണോ പിരിവ് കൊടുക്കുന്നത്? ഇപ്പം ഞാൻ അടിയുറച്ച CPM സഹയാത്രികനാണ്. ഇവിടെ അമ്പലപ്പിരിവുകാർ വന്നാൽ ഞാൻ പിരിവ് കൊടുക്കും, കോൺഗ്രസ്സുകാർ വന്നാൽ പിരിവ് കൊടുക്കും, യൂത്ത് കോൺഗ്രസ്സുകാർ വന്നാൽ പിരിവ് കൊടുക്കും, RSSകാർ വന്നാൽ പിരിവ് കൊടുക്കും, RSSകാർ വന്നാൽ പിരിവ് കൊടുക്കും, BJPക്കാർ വന്നാൽ പിരിവ് കൊടുക്കും. അത് നമുക്ക് സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പറയുന്ന RSSകാരെയും BJPക്കാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ നമുക്കറിയാം. നമ്മളുടെ രാഷ്ട്രീയ പൊസിഷന് മേളിലാണ് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു അമ്പലക്കാരനോ അമ്പലത്തിൻ്റെ പിരിവോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ പിരിവോ ഒക്കെ വന്നാൽ നമ്മൾ കൊടുത്തു തന്നിരിക്കും. ഞാൻ കൊടുക്കാറുള്ള ആളാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പിരിവിന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിപ്പം വീട്ടിൽ തന്നെ ചോദിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ നിങ്ങളിലേക്ക് പിരിവ് വരുന്നത് ഈ പറയുന്ന സമൂഹത്തിലുള്ള
ഇടതുപക്ഷ സഹയാത്രികർ, ഇടതുപക്ഷക്കാർ, CPM-കാർ, കോൺഗ്രസ്സുകാർ, BJP-കാർ എല്ലാം നിങ്ങൾക്ക് പിരിവ് തന്നിട്ടുണ്ട്. കാരണം അതങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പിരിവെടുത്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്ന് കോൺഗ്രസ്സുകാർ പിരിച്ച് കോൺഗ്രസ്സുകാർക്ക് പുട്ടടിക്കാനുള്ള പൈസയല്ല തന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾ സംസ്ഥാനം നിൽക്കുമ്പം ഈ പറയുന്ന യുവജന സംഘടന പുറത്തിറങ്ങി ഒരു സഹായ ഹസ്തവുമായി വരുന്നു. 30 വീടോ 40 വീടോ. അപ്പോൾ അങ്ങനെ ഒരു സംഘടന ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ആൾക്കാർ വിത്ത് ദെയർ ഇൻഫിനിറ്റ് ആംസ് ദേ വിൽ ഗീവ് മണി. അവർ പണം കൊടുക്കും. ഏതൊക്കെ രീതിയിൽ കൊടുക്കും? എല്ലാ രീതിയിലും കൊടുക്കാൻ പറ്റുന്ന ഉള്ളത് 5 രൂപയോ 10 രൂപയോ ഏത് തരത്തിലായാലും കൊടുക്കും. അത് കയ്യിലിരിക്കുന്ന എടുത്ത് കൊടുക്കുക, അല്ലാതെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയല്ല. എന്നെ കേൾക്കുന്നവർ പിരിവ് കൊടുക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ പിരിവ് കൊടുക്കുന്നത് എല്ലാം ഇവരുടെ SBTയുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ SBIയുടെ അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ കയ്യിലാണ് പിരിവ് കൊടുക്കുന്നത്. ഈ പിരിവിന് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിലവുണ്ടാവും, അവരുടെ ആഹാരം ഉണ്ടാവും, അതൊക്കെ കഴിച്ചിട്ടായിരിക്കാം ചിലപ്പം പണം പോകുന്നത്, പണം അക്കൗണ്ടിലേക്ക് വരുന്നത്. കാര്യം അത് പിരിക്കുന്നവർക്ക് ഒരു കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പം നമ്മുടെ അക്കൗണ്ടിൽ വന്ന പൈസ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ പറ്റില്ല. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു യുവജന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒഴിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒഴിയാൻ പറ്റില്ല. നിജേഷ് ഇന്ന് വെപ്രാളപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നിടത്താണ് അവിടുത്തെ പ്രശ്നം. നിജേഷ് അങ്ങനെ പറഞ്ഞു പോകുന്നിടത്താണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങൾക്ക് വന്നിരിക്കുന്ന പണം നിങ്ങൾ ആദ്യം പിരിക്കാൻ ശ്രമിച്ചത് 2 കോടി സംതിങ് റുപ്പീസാണ്. ബി ദാറ്റ് ആസ് ഇറ്റ് മേ. നിങ്ങൾക്ക് അത്രയും പിരിക്കാൻ പറ്റിയോ? ചോദ്യം. നിങ്ങൾക്ക് അല്ലാതെ പൈസ അല്ലാതെ ഇപ്പം അക്കൗണ്ട് വഴി അല്ലാതെ നിങ്ങൾക്ക് പണം കിട്ടിയോ എന്നുള്ള ശരത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശരത്തിന് ഇപ്പോൾ കയ്യിലുണ്ടോ? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം വളരെ ലളിതമായ ചോദ്യം, നിങ്ങൾ പിരിവ് എടുത്ത പൈസ മൊത്തം കയ്യിലിട്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അപ്പോൾ അത് പിന്നെ കോൺഗ്രസ്, സാന്റിയാഗോ മാർട്ടിൻ, ഇതൊന്നും അല്ലല്ലോ ഇവിടെ ചോദിച്ചത്. സാന്റിയാഗോ മാർട്ടിൻ്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യാതിരുത്തിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ഓരോ വിഷയങ്ങളും പല ഘട്ടങ്ങളിലും നിങ്ങൾ ചർച്ചയിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളോടത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങ് പറ്റില്ല നിജേഷേ. അങ്ങനെ ചുമ്മാതിരെ തൊണ്ട വിടാതെ ഇരിക്കുകയല്ല ഇവിടെ. നിങ്ങളോട് ചോദിച്ചേ പോകത്തുള്ളൂ. അല്ല, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങളോട് ചോദിക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനൊരു ചർച്ച ഇവിടെ എടുത്തത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, പറയാതിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സാ. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. അല്ലേ? ജനങ്ങൾക്ക് ഇപ്പോൾ താങ്കൾക്ക് ഉത്തരവില്ലെങ്കിൽ ഇല്ല, അല്ല ഉത്തരവ് ഉണ്ടെങ്കിൽ ഉണ്ട്. താങ്കൾ ആ പൈസ മേടിച്ചിട്ടില്ല. നിൽക്കാം, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ വരുന്നൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിജേഷ് പറയാൻ ശ്രമിക്കുന്നത് അവരൊരു ഹൈ മോറൽ ഗ്രൗണ്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഹൈ മോറൽസ് ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഒരു മൊറാലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഓടുന്ന കാര്യമല്ല. ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ കേരളത്തിലെ വാർത്തകളിൽ റിപ്പോർട്ടർ ചാനൽ, മീഡിയ വണ്, മറ്റുള്ള ചാനലുകളിലെല്ലാം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് വന്നു എന്നുള്ളതാണ്. അതാണ് സനോജ് ഇവിടെ സൂചിപ്പിച്ചത്. ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ ചോദിക്കുന്നു. അകത്തെ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അകത്തെ കാര്യങ്ങൾ ഒരു പാർട്ടിയെക്കുറിച്ച് ഇവിടെ ചർച്ച നടത്താൻ പാടില്ല. ഒരാളും കോൺഗ്രസ്സുകാർ ആ ചർച്ചയ്ക്ക് വന്നിരിക്കാനും പാടില്ല. അങ്ങനെ ആ നയം ഉണ്ടെങ്കിൽ ഓക്കെ. കാര്യം ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഒരു തീരുമാനം എടുക്കുന്നു. അത് അങ്ങനല്ല എന്ന് പറയുന്ന ചർച്ചയ്ക്ക് നമ്മൾ പറയുന്ന വിശ്വസിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് വരാതിരിക്കണം. അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇവിടെ കേരളത്തിലില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാൻ നിർത്തി. ശരി. ഇവിടെ ഞാൻ വേറൊന്നും നിജേഷിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിജേഷ്, ഇതിലെ കണക്ക് വ്യക്തമാണ്. 140 നിയോജക മണ്ഡലം, 2 ലക്ഷം വെച്ച് 2 കോടി 80 ലക്ഷം വളരെ നിസ്സാരമായി യൂത്ത് കോൺഗ്രസിന് പിരിക്കാം. അതിൽ ഒരു ഭാഗം മാത്രം പറയുന്നു. ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ ഹൈക്കോടതി ജംഗ്ഷനിൽ വെച്ചാണ് പരാതിക്കാരി പണം കൊടുത്തത്, അല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ഒരു DD എടുത്തോ അല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുത്തോ അല്ല അവർ പണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൈപ്പറ്റി പിരിവ് എന്ന രീതിയിൽ കൈപ്പറ്റിയ പണം എവിടെ? സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്ന് പറഞ്ഞ പണത്തിൻ്റെ കണക്ക് എവിടെ? വിദേശങ്ങളിൽ നിന്ന് ലഭിച്ച പണം എവിടെ എന്ന് വെച്ചാൽ കോൺഗ്രസ് സഹയാത്രികരായിട്ടുള്ള ആളുകളൊക്കെ ആ നിലയിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പിന്തുണച്ചിട്ടുണ്ടാകും. അപ്പോൾ കണക്കുകൾ ടാലിയാക്കണ്ടേ? അവിടെയാണ് താങ്കൾ തന്നെ സംബന്ധിച്ച സോഷ്യൽ ഓഡിറ്റ്. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഇതിനെ കാണണം. നിങ്ങളതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെക്കൂ. ആ സോഷ്യൽ ഓഡിറ്റ് നടക്കുന്ന നിലയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ കമ്മിറ്റഡായ സംഘടനകൾ അതിന് മറുപടി പറയണ്ടേ? അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ അവസരമാണ്. താങ്കൾക്ക് ആ നിലയിൽ അതിനോട് എങ്ങനെ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം. എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിജേഷിൻ്റെ അവസരത്തിലേക്ക് ഇവർ രണ്ടുപേരും മുന്നോട്ട് വെച്ച വിമർശനം കൂടി കേട്ടതിൻ്റെ മറുപടി. ഒന്നാമത്തെ കാര്യം, ശ്രീലാൽ, ഒരു വെപ്രാളവും ഈ വിഷയത്തിൽ ഇല്ല. 2 ആളുകൾ ഒരു സംഘടനയെ വല്ലാതെ ആക്ഷേപിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വെപ്രാളവും ഇല്ല. ആ ഒരു ബുദ്ധിമുട്ട് ശ്രീലാലിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, 2 കോടി 80 ലക്ഷം രൂപ പിരിച്ചിട്ടില്ല.
അത് പിരിക്കുക. ആ വീട് പണി നടക്കുന്ന സമയത്ത് ബാക്കി പണം കൂടി അസംബ്ലി കമ്മിറ്റികളോട് പിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത്. കിട്ടിയ പണം അതേ സമയത്ത് അക്കൗണ്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ കിട്ടിയ പണത്തിന്റെ കണക്കാണ് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ആവശ്യമുണ്ടായിട്ടല്ലെങ്കിൽ പോലും ആ കണക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 30 വീട് കൊടുക്കാം എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. 30 വീട് വയനാട്ടിലെ വളരെ അപ്രോപ്രിയേറ്റ് ആയ സ്ഥലത്ത് കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 വീട് 29 ആകില്ല, 31 ആയിട്ടേ അത് അവസാനിപ്പിക്കൂ. അത് ഞങ്ങൾക്ക് കൈരളി ചാനലിനോടുള്ള കമ്മിറ്റ്മെന്റ് അല്ല, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് ഞങ്ങൾ പൂർത്തീകരിക്കും. മൂന്നാമത്തത് കോൺഗ്രസിന്റെ അകത്തുള്ള ചർച്ച, ഇതിനകത്തുള്ള ചർച്ചയാണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. താങ്കൾ ഇതിനകത്ത് വന്നിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേ ചാനൽ ചർച്ചയിൽ വന്ന് ഞാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്കൊരു ദിവസം പറഞ്ഞപ്പോൾ നിങ്ങൾ കയറിയിരുന്നോ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അകത്ത് എന്നാണ് എന്നോട് ചോദിച്ചത്. അതേ ചോദ്യം ഞാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുകയാണ്. നിങ്ങൾ കയറിയിരുന്നോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത്? ഞങ്ങളുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടക്കും, ഞങ്ങളത് ചർച്ചയിലൂടെ ഞങ്ങൾ ഒരു സ്റ്റേറ്റ് ക്യാമ്പിനകത്ത് 700 ആൾ പങ്കെടുത്ത് സ്റ്റേറ്റ് ക്യാമ്പിനകത്ത് ചർച്ച നടക്കും. അത് ഏതെല്ലാം വിഷയമാണ് ചർച്ച നടന്നത് എന്ന് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച കമ്മിറ്റ്മെന്റ് പൂർത്തീകരിക്കും. ഈ 140 നിയോജക മണ്ഡലങ്ങളും 2 ലക്ഷം വെച്ച് പിരിക്കാൻ കൊടുത്ത ആഹ്വാനം ഒരുപോലെയല്ലേ? പിന്നെ എങ്ങനെയാണത് 88 ലക്ഷത്തിൽ ഒരുങ്ങുന്നത്? താങ്കൾ പറഞ്ഞു പിരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു വ്യക്തത വേണ്ടതുണ്ട്. 140 നിയോജക മണ്ഡലങ്ങൾ ഒരു സംഘടന ആഹ്വാനം ചെയ്ത പരിപാടി. ശരത്ത് ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതെങ്കിൽ, ഇനി അതല്ല ശരത്തിന് നാളെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ഇത് ഒരു രഹസ്യമായി പറയുന്ന കാര്യമല്ലോ, ഇതും അല്ല, പാർട്ടിക്കകത്താണല്ലോ പാർട്ടിയാണല്ലോ ആവശ്യപ്പെടുന്നത്. പാർട്ടിയാണല്ലോ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, നിയോജകമണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളിൽ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് കിട്ടിയ പൈസയുടെ കണക്കാണ് വെച്ചത്. കിട്ടിയ പൈസയുടെ അസ്യൂം ചെയ്ത കണക്കല്ല, ആന്റിസിപ്പേറ്റ് ചെയ്ത കണക്കല്ല, ഇത്ര ഉണ്ടാകും എന്നല്ല. അപ്പോ ചോദ്യം, അപ്പോ ഈ മണ്ഡലം കമ്മിറ്റികൾ ആ പിരിവ് ഏറ്റെടുത്തില്ലേ? മറ്റുള്ളവർ പിരിക്കാൻ ഇറങ്ങിയില്ലേ? നേതൃത്വത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനത്തെ വകവെച്ചില്ലേ? അല്ല, അത് ഞാൻ എന്തെങ്കിലും ഒരിക്കൽ ശരത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ചീഫായിട്ട് ഏതെങ്കിലും രീതിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പരിപൂർണമായ അല്ല ശരത്തിനോട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ചെറിയ പിഴവുകളുണ്ട്. ശരത്ത് ഞാനൊരു കമ്മിറ്റിക്ക് പോയിട്ട് എന്റെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കുക, എന്തുകൊണ്ട് താങ്കൾ പിരിച്ചു തന്നില്ല? കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, രാഷ്ട്രീയ നേരിട്ടില്ലാത്തവരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, CPM-കാരുണ്ട്, എല്ലാവരും ഉണ്ടാകും. എന്റെ സംഘടനാപരമായ ബാധ്യത ചോദിക്കേണ്ട ഉത്തരവാദിത്വം സംഘടനയുടെ ഭാരവാഹികൾക്കാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള കൃത്യം എഴുതി വെച്ചോ. ശരത്ത് കൃത്യം എഴുതി വെച്ചോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം, അധികാരം, പിരിച്ചെടുത്ത പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അതൊരു വാർത്താ ആംഗിളിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള, ഒരു പൗരന്റെ ആംഗിളിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ഞാൻ അംഗീകരിക്കുന്നു. ശരത്തിന് പറയാം. രണ്ടാമത് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്ന നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനകത്ത് അപൂർണമാണ് എന്ന തെളിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നോ ഡൗട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ വാർത്ത പ്രസിദ്ധീകരിക്കണം. അത് തന്നെയാണല്ലോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞത്. അദ്ദേഹം മുന്നോട്ട് വെച്ചതാണല്ലോ. പണം ദുരുപയോഗം ചെയ്താൽ അത് 100% അത് ചോദ്യം ദുരുപയോഗം ചെയ്യാത്ത ദയവ് ചെയ്ത് ശരത്തിന് പ്രവർത്തകൻ ലാൽകുമാർ അല്ല, ഈ പറയുന്ന ഇതിന് അടിസ്ഥാനപരമായ ഒരു 1-2 പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, പിരിച്ചെടുത്ത പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തർക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ പിരിച്ചെടുത്ത പണം നിങ്ങൾ പറയുകയാണ് 50 ലക്ഷം ഉള്ളൂ, ഇപ്പം നിജേഷ് പറയുക 50 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനേ മാർഗമുള്ളൂ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. കാര്യം എന്താ? നിങ്ങൾക്ക് ഈ പിരിച്ചെടുത്തവരുടെ ഡീറ്റെയിൽസ് കാര്യമില്ല, അത് നിങ്ങൾ പുറത്തു വിടാം. നിങ്ങളിപ്പോൾ പറയാം 88 ലക്ഷം പിരിച്ചെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ വേറെ ആരെങ്കിലും കേസ് കൊടുത്ത് നിങ്ങൾ തെളിയിക്കൂ. എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, നമ്മൾ തെളിയിക്കും. നമ്മളെങ്ങനെ തെളിയിക്കുന്നേ? നിങ്ങൾ ഈ നാട്ടുകാരുടെ നിന്ന് പിരിച്ചെടുത്ത പൈസയെക്കുറിച്ച് നമ്മളെങ്ങനെ അറിയുന്നേ? അപ്പം നിങ്ങൾ
ഈ പറയുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് കാണിക്കുക, ആ കൊടുത്ത രസീത് ഈ പറയുന്ന സാധനത്തിൻ്റെ കാണിക്കുവാണെങ്കിൽ ശരിയാ ഇന്ന ആൾക്കാർക്ക് കൊടുത്തു, അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ കൊടുത്തിട്ടും ഇത് വന്നിട്ടില്ല എന്ന് സംശയമുള്ള ഒരാളാണല്ലോ പരാതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കുക, യൂത്ത് കോൺഗ്രസിന്റെ പരാതി, യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പൈസ മൊത്തം വന്നിട്ടില്ല. ഈ പിരിച്ചത് കാർഡടച്ച് പിരിച്ചിരിക്കുകയല്ലേ, എന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. അതുകൊണ്ടാണ് ഈ എൻറ്റയർ ഡിബേറ്റിന് പ്രസക്തി ഉണ്ടാകുന്നത്. 88 ലക്ഷമേ നിങ്ങൾ പിരിച്ചിട്ടുള്ളോ എന്നുള്ള ചോദ്യം വരുന്നത് എന്താ? നിങ്ങൾ 90 ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം അടിച്ചു മാറ്റിയെന്നാ. അതിന് വേറെ സംശയമില്ല, അതിന് വേറെ അർത്ഥമില്ല എന്നത്. കാര്യം അതാണ് വീണ്ടും വീണ്ടും കൈരളിയുടെ ശരത്തും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഞാനും ചോദിക്കുന്നത്. 88 ലക്ഷമേ പിരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കണക്ക് പ്രകാരം 88 ലക്ഷം പിരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 80 നമുക്കറിയാം. നമുക്കൊരു കാര്യം, നമ്മളിപ്പോൾ പ്രളയകാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, ഞാനൊരു ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് പറയുകയല്ല, ഇപ്പോൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പ്രതിനിധീകരിച്ച് നിജേഷ് ഇരിപ്പുണ്ട്, DYFI പ്രതിനിധീകരിച്ച് സനോജ് ഇരിപ്പുണ്ട്. നിങ്ങൾ തമ്മിലൊരു തർക്കത്തിന് വേണ്ടിയല്ല, പക്ഷേ സമൂഹത്തിന് അറിയാവുന്നൊരു കാര്യമാണ്, പ്രളയം മുതലൊക്കെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കാലത്ത് DYFI ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു വലിയ പരിശ്രമമുണ്ട്. കോവിഡാനന്തരമൊക്കെ വന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിലൂടെ കോടികൾ അവർ പല രൂപത്തിൽ പിരിച്ചെടുത്ത് മാതൃകാപരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിപ്പോൾ നിജേഷിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ചർച്ചാ വിഷയമായിട്ടല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി DYFI പ്രതീക്ഷിച്ചതിലും അപ്പുറം 20 കോടി 50 ലക്ഷത്തിനടുത്ത് രൂപ പിരിച്ചു. അത് മുഖ്യമന്ത്രിക്ക് കൈമാറി, വളരെ അക്കൗണ്ടബിളായ പണത്തെ കൈമാറി. ഇതാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഉള്ള ഫീല്. ഞാനതിനെ കമ്പാരിസൺ ഇല്ല, വിടുകയാണ്. ഞാൻ മറ്റൊരു യുവജന സംഘടനയുടെ പേര് കൂടി പറയാം, ഇടതുപക്ഷത്ത് തന്നെയുള്ളതാണ്. ഞാൻ ഇന്ന് ഒരു പോസ്റ്റർ കണ്ടതാണ്. AYF 1 കോടി രൂപ കൊടുത്തു. യൂത്ത് കോൺഗ്രസ് പിരിച്ചത് 88 ലക്ഷം രൂപ. സനോജ്, ഇവിടെ നിജേഷ് പറയുന്നത് അത്രേ പിരിച്ചിട്ടുള്ളൂ. സനോജ് കേട്ടോ? അല്ല, അത്രയേ പിരിച്ചിട്ടുള്ളൂ എന്നത് ഞങ്ങൾ, അതെ വസന്ത് നിജേഷ് പറയുന്നത് ഞങ്ങൾ അത്രയേ പിരിച്ചിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾ എത്ര പിരിച്ചോ എന്നൊന്നും ഞാൻ കേൾക്കുന്നില്ലേ? നിങ്ങൾ എത്ര പിരിച്ചോ എന്നൊന്നും ഞങ്ങൾ എവിടെയും ഉന്നയിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾ കേരളത്തിലെ കൈരളി മാത്രമല്ലല്ലോ വാർത്തയാക്കിയത്. കേരളത്തിലെ മറ്റ് നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം നിങ്ങളുടെ ക്യാമ്പിൽ ഇന്ന ചർച്ചകൾ നടന്നു എന്ന് വാർത്തയായി വന്നിട്ടുണ്ട്. ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലാകെ ഒരു ചർച്ച നടന്നു. അതിൽ ഞങ്ങളുടേതായ അഭിപ്രായം പറയാനുണ്ടായത്. അതിനെന്താ നിങ്ങൾ ഇത്ര അസ്വസ്ഥമാവുന്നത്? ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അതിൻ്റെ പത്രസമ്മേളനം നടത്തിയിട്ട് അത് അവർ പണം പിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനകത്ത് അഴിമതിയുണ്ടെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്, നിങ്ങൾ തന്നെ ആ കാര്യങ്ങൾക്ക് മറുപടി പറയൂ എന്നാണ്. നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്ന ആരോപണം മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ അങ്ങേയറ്റം മോശമാണ്. കാരണം നിങ്ങൾ അവിടെ വന്ന ആവേശത്തോടു കൂടി 30 വീട് പ്രഖ്യാപിച്ചിട്ട് അന്ന് പ്രഖ്യാപിച്ച സംഘടനകളെല്ലാം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടന 88 ലക്ഷമേ പിരിച്ചു കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സംശയമാണ് ജനങ്ങളിവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല എന്ന്. എന്തിനാണ് അങ്ങനെ ഒരു പച്ചക്കള്ളം നിങ്ങൾ പറയുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും ഒരു കത്തിടപാട് കേരള ഗവൺമെൻറ്റുമായി നടത്തിയിട്ടുണ്ടോ? ഞങ്ങളിതാ 30 വീട് വെച്ചിടാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഭൂമി വേണമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്തും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ എവിടെ ഒരു രേഖ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് അതിനകത്തൊക്കെ കൃത്യമായ അഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായം എന്നറിയുമോ? ഇത് ജനങ്ങളുടെ ഒരു അവകാശമായിട്ടാണ് അവർക്ക് കിട്ടേണ്ടത്. ഇപ്പം ഞങ്ങളിപ്പോൾ DYFI നേരിട്ട് 100 വീട് നിർമ്മിച്ചിട്ട് ഇതാ അവിടെ DYFIൻ്റെ വലിയൊരു ഗേറ്റും വെച്ച് DYFI നിർമ്മിച്ച വീടുകൾ കയറി കൂടിക്കോ എന്നല്ല പറയുന്നത്. അത് ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങൾ സർക്കാർ അവർക്ക് കൊടുക്കുമ്പോഴാണ് അതൊരു അവകാശമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുക. അവരുടെ ആത്മാഭിമാനത്തെ നമ്മൾ മാനിക്കണം. അവരുടെ ആത്മാഭിമാനത്തെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് നിർമ്മിച്ചു കൊടുക്കാതെ, ഞങ്ങളുടെ ഒരു പ്രദേശമായ ടെറിട്ടറിയായിട്ട് അത് അടയാളപ്പെടുത്തി വെക്കാതെ സർക്കാരിൽ കൊടുക്കുന്നത്. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം, ആ വീട് ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കൊടുക്കുന്ന വീടാണ്. അത് സർക്കാരിനോടാണ് അവർക്ക് നന്ദി ഉണ്ടാവുക. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. നിങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രത്യേകം വീടെടുത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വേറെയുമുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാനൊരു ചരിത്രം കൂടി പറയാം. ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അന്ന് കേരളത്തിൽ വലിയ പ്രളയം ഉണ്ടായി. അന്നത്തെ കേരളത്തിലെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി S. ശർമ്മയായിരുന്നു. S. ശർമ്മയുടെ നേതൃത്വത്തിൽ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ DYFIയുടെ നേതാക്കളാണ്. ആലപ്പുഴയിലുള്ള ചന്ദ്രബാബു ഉൾപ്പെടെയുള്ള സഖാക്കൾ DYFIയുടെ നേതാക്കളാണ്. അന്ന് അവർ പണം പിരിച്ചിട്ട് പണം ആരെ ഏൽപ്പിച്ചത്? അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെ ഏൽപ്പിച്ചത്.
അന്ന് DYFI നേരിട്ട് പണം പിരിച്ചിട്ട് അടുത്ത ആളുകൾക്ക് കൊടുക്കുകയല്ല ചെയ്തത്. അന്ന് UDF മന്ത്രിസഭയായിട്ടും UDF മുഖ്യമന്ത്രി കരുണാകരനെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവായിട്ടും ആ പണം കരുണാകരനെ ഏൽപ്പിച്ചു. അന്ന് 10 ലക്ഷം രൂപ. അപ്പം അങ്ങനെയുള്ള മാതൃകാപരമായ നിലപാടുകൾ ഞങ്ങൾ അന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ ഇന്നും സ്വീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കിട്ടിയ പണം മുറുകെ പിടിച്ചിട്ട് പണം എവിടെയും ചോദിക്കുമ്പോൾ പണമെല്ലാം അക്കൗണ്ടിലുണ്ട്, നിങ്ങൾ അധികം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് KPCC ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ കേട്ടു നിൽക്കാൻ ഇവിടെ ആളുകൾ തയ്യാറാവും എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് കേരളമാണ്. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആളുകൾ പല കാര്യങ്ങളെയും പിന്തുണക്കുന്നത്. ഞങ്ങളിപ്പോൾ കേരളത്തിലെ ആശുപത്രികളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നു. അതെല്ലാം DYFIക്കാരൻ്റെ CPMകാരൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഭക്ഷണമാണോ കൊടുക്കുന്നത്? ഒരു ദിവസം 50,000 ഭക്ഷണപ്പൊതി ശേഖരിക്കുമ്പോൾ വിവിധ പാർട്ടികളിൽ പെടുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഭക്ഷണപ്പൊതി തരുന്നത്. അവർക്കുള്ള ഗ്യാരണ്ടി എന്താണ്? ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി DYFIക്കാരെ ഏൽപ്പിച്ചാൽ അത് അർഹരായിട്ടുള്ള ആളുകൾ കിട്ടുമെന്നൊരു ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അത് കേരളത്തിലെ പൊതുപ്രവർത്തനത്തിനും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. ആ അംഗീകാരത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത്. നാളെ പൊതുപ്രവർത്തനത്തിലൊന്നും ഭാഗമില്ലാത്ത ആളുകൾ ഇത്തരമൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവർ സൂക്ഷിച്ചു നോക്കും ഇതാരാണ് വന്നത് എന്ന്. അപ്പോൾ നാളെ കോൺഗ്രസ്സുകാരൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് നിങ്ങൾ കണ്ടറിയേണ്ടി വരും. അപ്പോൾ ആ ഒരു ആശങ്കയാണ് നിങ്ങളുടെ അണികൾ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ മുകളിൽ നിന്നിട്ട് ഇതെല്ലാം ആലോചിച്ചാൽ പോരാ. DYFIക്കാർ പറഞ്ഞ കാര്യം നടപ്പാക്കി, കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാധാരണ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നാട്ടിലെ സാധാരണ കോൺഗ്രസ്സുകാരൊക്കെ കാണും ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാ സഖാവേ, നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്താണ്. അവർ ദയനീയമായിട്ട് പ്രതികരിക്കുകയാണ്. വേറെ വഴിയില്ല അവർക്ക്. എല്ലാവർക്കും ചാനൽ ചർച്ചയിൽ വന്നിട്ട് വിജേഷ് പറയും പോലെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തെ എത്തിച്ചതിൽ നിങ്ങൾ അവരോട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു ആരോപണവും പുതുതായിട്ട് ഉന്നയിച്ചിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്ന വാർത്തകളും വിവരങ്ങളുമാണ്. നിജേഷിലേക്ക് പോകും മുമ്പ് ലാൽ അവിടുന്ന് കൈ ഉയർത്തിയതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ എനിക്ക് അതുകൂടെ ചേർത്തുകൊണ്ട് നിജേഷിന് അങ്ങ് സംസാരിക്കാമല്ലോ. എന്താണ് പറയാൻ വന്നത്? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഞാനൊരു 2 മിനിറ്റിനകം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഒരു സംഘടനയുടെ പൊട്ടൻഷ്യൽ, കളക്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ, ഇഫ് ഐ കോൾ ഇറ്റ് ആസ് കളക്ടിങ് പൊട്ടൻഷ്യൽ, അത് ചിലപ്പോൾ ഏറ്റവും കൂടുതലുള്ള സംഘടന കേരളത്തിൽ DYFI ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നിസ്സംശയം പറയും അത് യൂത്ത് കോൺഗ്രസിനാണെന്ന്. യൂത്ത് കോൺഗ്രസിനാണ് അതിനുള്ള ശക്തി എന്നുള്ള കാര്യത്തിൽ രണ്ടാമത്തെ സംഘടന അതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ കളക്ടിങ് പൊട്ടൻഷ്യൽ ഇവർക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നത്. അപ്പോൾ നിതേഷ് പറഞ്ഞൊരു കാര്യം എന്നറിയോ, രസകരമായൊരു കാര്യമാണ്. നിതേഷ് പറഞ്ഞു ഇപ്പം നമ്മൾ ഇത്രേ പിരിച്ചിട്ടുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഘട്ടങ്ങൾ പിന്നെ പിരിച്ചു തന്നാൽ മതി എന്നുള്ളൊരു വാദം അദ്ദേഹം വെച്ചത്. ശരത്തേട്ടൻ എപ്പോഴേലും കേട്ടിട്ടുള്ളൊരു ചരിത്രമാണോ പിന്നെ പിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ? രസകരമായ കാര്യം, നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു കോസിന് വേണ്ടി നിൽക്കുക. ആ കോസിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ ഇപ്പം പിരിക്കുന്നതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ പിന്നെ പിരിക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ കൊടുക്കുമോ? സാധാരണഗതി കൊടുക്കുമോ? ഇപ്പം DYFI ആക്രി പെറുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി വീട് കയറി പിരിവെടുക്കുന്നു. അപ്പോൾ കുറച്ച് വീടുകളിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ളത് പിന്നെ പോയേക്കാം എന്ന് ഏത് സംഘടനയാണ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങോട്ട് നീ തീരുമാനം എടുക്കാൻ പറ്റുക? ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എടുക്കാൻ പറ്റില്ല. കാര്യം എന്നറിയാം, പൈസ കിട്ടത്തില്ല, അങ്ങനെ ഒരു പിരിവ് നടക്കത്തില്ല. നികേഷ് ഇപ്പം പറഞ്ഞ ഒരു കാര്യമാണ്, അത് പറഞ്ഞത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ബാക്കിയുള്ള പണം 2.5 കോടിയുടെ ഞാനെടുത്തുള്ളൂ. ലാല് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു നിൽക്കാൻ വേണ്ടി എടുത്തുള്ളൂ. നമുക്ക് കേരളത്തിലെ ഇവരുടെ ഈ യുവജന സംഘടനാ പ്രവർത്തകരെ അറിയാം, പൊതുപ്രവർത്തനം അറിയാം. ഇത്തരം കാര്യങ്ങളിൽ ഒരു മിഷനായി ഒരു ടൈമിനുള്ളിൽ നിന്ന് പെരുമാറണം, അങ്ങനെ കിട്ടൂ. യെസ്, പൂർത്തിയാക്കും. അതെ, ഞാൻ പറഞ്ഞു വന്നതാണ്. നമ്മളൊരു നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒക്കെ പിരിവിന് വേണ്ടി അവിടെ എവിടെയൊക്കെ പോയിട്ടുള്ളവരല്ലേ. ആ പിരിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഈ പറയുന്ന എന്നത്തേക്ക് ഒരു കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിരിക്കാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ സംഘടനയ്ക്ക് എത്ര പൈസ കിട്ടും? ആ പറയുന്ന വാദമേ കള്ളത്തരമാണ്, അല്ലെ തെറ്റാണ്. കള്ളത്തരം എന്നുള്ള പ്രയോഗം ഞാൻ ഉപയോഗിക്കുന്നില്ല, തെറ്റാണ്. തെറ്റാണ്. ഓക്കെ, ആ ഒരു പൊട്ടൻഷ്യലുള്ള യൂത്ത് കോൺഗ്രസ് ആ പിരിവിനെക്കുറിച്ച് പറയുന്നതിൽ ഉള്ള ഒരു വിശ്വാസമില്ലായ്മയുണ്ട്. ഒരു വല്ലാത്ത ഒരു കണക്റ്റ് ആവാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അതിപ്പോൾ എന്തെങ്കിലുമായിട്ട് അതൊന്നും ഈ ചർച്ചയിൽ പൂർത്തീകരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് അതിൽ പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. അതൊക്കെ രാഷ്ട്രീയമായും ധാർമ്മികമായും ശരിയായ ഏർപ്പാടാണോ എന്ന സംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമാണ്. പക്ഷേ ഏറ്റവും ശക്തമായ നേതൃത്വം പറഞ്ഞിട്ട് ഈ കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ നിന്ന് അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ ഇത്രേ പിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനും
അവരൊക്കെ തന്നെ വേണ്ടി വരും എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. എന്തു ആവട്ടെ, ഇവിടെ നേരത്തെ നിജേഷ് വളരെ മാതൃകാപരമായ നമ്മുടെ നോക്കൂ ഈ കാലം എത്ര മാറിപ്പോയി എന്നുള്ളതാണ്. നേരത്തെ മുമ്പ് നമ്മുടെ സനോജ് പറഞ്ഞത്, DYFയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, 93 വെള്ളപ്പൊക്ക ദുരിതത്തിൻ്റെ കാലത്ത് അന്ന് 10 ലക്ഷം രൂപ പിരിച്ച് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ആ നിലയിൽ അന്നത്തെ സർക്കാർ എന്താണോ തീരുമാനിച്ച് ചെയ്യാൻ പോകുന്നത് ജനാധിപത്യപരമായി അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിൽ വിയോജിപ്പും വിമർശനവും ഉണ്ടെങ്കിൽ വേറെ ജനാധിപത്യപരമായി അവതരിപ്പിക്കുക. പക്ഷേ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന വിധത്തിൽ സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുക, പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ തന്നെ ആ ഉത്തരവാദിത്വം നിറവേറും. പക്ഷേ ഇപ്പോഴത് നടക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളിൽ ആകെ രക്ഷാധികാരിയായി നിൽക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അടക്കം നിന്നെടുത്ത തീരുമാനമാണ് ആധുനിക കാലത്ത് ഏറ്റവും മികച്ച ഒരു ടൗൺഷിപ്പ് പുനരധിവാസ സംവിധാനത്തിലേക്ക് പോകണം, എല്ലാവരും അവിടെയും ഇവിടെയും തോന്നിയ പോലെ വീടുകൾ പണിയുകയല്ല വേണ്ടത്, സുരക്ഷിതമായ സ്ഥലത്ത് വീട് പണിയുക, അതിനൊരു പ്ലാൻ ഉണ്ടാവുക. ആ നിലയിൽ വരുന്നു. സ്പോൺസേഴ്സ് എല്ലാം അതിന് കീഴിൽ വരുന്നു. സർക്കാർ ഉത്തരവാദിത്വത്തോടെ വീടുകൾ നിർമ്മിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇടസമയത്ത് പറഞ്ഞു സർക്കാർ ഭൂമി തന്നില്ല എന്ന്. സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മുഖ്യമന്ത്രി അന്ന് തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ നല്ല ഓർമ്മ നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിന്ന് പഴയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു പോവുകയാണോ നിജേഷ് ചെയ്യേണ്ടത്? അത് ആളുകളിൽ കൂടുതൽ വിശ്വാസമില്ലായ്മ രൂപപ്പെടുത്തില്ലേ? അതൊരു ഗൗരവമായ പ്രശ്നമായി നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ആദ്യം മുതൽ തുടങ്ങാം. ഒന്ന്, ഗവൺമെന്റിന് തീരുമാനമെടുക്കാം, അത് നടപ്പിലാക്കാം. ഗവൺമെന്റിനോട് സഹകരിക്കുന്ന ആളുകളെ ഒപ്പം നിർത്താം. ഗവൺമെന്റ് ആദ്യം മുന്നോട്ട് വെച്ചത് 30 ലക്ഷം രൂപ ഒരു വീടിന്, പിന്നീട് അത് വീണ്ടും ചുരുക്കി 20 ലക്ഷം എന്ന് പറഞ്ഞു. അത് ഒരാളെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ തീരുമാനവുമായി യോജിച്ച് നിൽക്കുന്ന DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നിൽക്കാം. മറ്റ് സർക്കാരുകൾ, കർണാടക ഗവൺമെന്റ് പോലെയുള്ള ഗവൺമെന്റുകളും ഈ സർക്കാരിന് ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുത്തത്. നമ്മളൊക്കെ ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്ത ആളുകളാണ്. അതതിന്റെ വഴിക്ക് പോകട്ടെ, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, അത് ചോദ്യം ചെയ്യുന്നില്ല. സർക്കാർ ചെയ്യുന്ന പരിപാടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ 20 ലക്ഷം രൂപ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അല്ലാത്ത വീടുകൾ നിർമ്മിക്കാനുള്ള അധികാരവും അവകാശവും ഭൂമി കണ്ടെത്തിക്കൊണ്ട് മറ്റ് സംഘടനകൾക്കുണ്ട് എങ്കിൽ അതവർ പൂർത്തീകരിക്കട്ടെ. ഇവിടെ കണക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇപ്പൊ DYFI പറഞ്ഞ അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞ വീടുകളൊക്കെ വന്ന് എല്ലാവരും താമസമാക്കിയിട്ടും യൂത്ത് കോൺഗ്രസോ മുന്നോട്ട് വെച്ച വീടുകൾ വരുന്നില്ല, ആ പൈസ മറ്റേതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, അത് അവതരിപ്പിക്കാം, അതിനുള്ള അവകാശമുണ്ട്. അല്ലാതെ ഒരു പാർട്ടിയുടെ അകത്ത് കിടക്കുന്ന കാര്യം, അതിന്റെ അകത്ത് ഇന്നെന്ന ചർച്ചകളാണ് നടന്നത്, അതിന്റെ പേരിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ശരിയാണോ എന്ന് സനോജും അതുപോലെ തന്നെ ലാൽകുമാറും ചിന്തിച്ചാൽ മതി. ഞങ്ങൾ DYFIയുടെ പിരിവിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ വരാറില്ലല്ലോ. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ കൈരളി ചാനൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടി ജനറൽ സെക്രട്ടറി ആയ എന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന്റെ 3ാമത്തെ ദിവസം കൈരളി ചാനലിലെ വാർത്ത, DCC ഓഫീസ് കോഴിക്കോടിന്റെ പേരിൽ അഴിമതി നടന്നു. അത് ഞങ്ങളുടെ ഒരു ഇന്റേണൽ കാര്യമല്ലേ? ആ കാര്യത്തിന് എന്തിനാണ് കൈരളി ചാനൽ ചർച്ച? ഓക്കെ, ചർച്ച ചെയ്തോട്ടെ. അതിന്റെ തുടർ വാർത്ത കൊടുക്കാൻ കൈരളി ചാനൽ സാധിച്ചോ? മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ? ഞങ്ങൾ അതിന്റെ വക്കീൽ നോട്ടീസ് അയച്ച് അതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പൊ ആ തരത്തിൽ കേരളത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടനകൾക്കുള്ള അവകാശങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കുക. അല്ല, അവരെന്തെങ്കിലും രീതിയിൽ മാൽ പ്രാക്ടീസ് ചെയ്തതിന്റെ തെളിവുണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ. ഞാൻ അതുകൊണ്ടാണ് ശ്രീ ലാൽകുമാർ നേരത്തെ പറഞ്ഞത്, ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന കാലത്ത് ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി രൂപ വാങ്ങുന്നു. വിവാദമായപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു. ഈ പാരമ്പര്യം ഉള്ളത് CPM-നാണ് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെ സംഘടിപ്പിക്കാനുള്ള അധികാരവും അവകാശവും CPM-നുണ്ട്. ഞാൻ അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. നമ്മുടെ വിഷയത്തിൽ ഒരു സംശയമുണ്ട് നിജേഷിനോട് തന്നെയാണ്, ഒരു സംശയം താങ്കളോടാണ്. ഒരു സംശയം. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, വക്കീൽ നോട്ടീസ് അയച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതിന് മറുപടിയും അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുകൂടി സാന്ദർഭികമായി പറയട്ടെ. റൈറ്റ്, ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അതായത് നിങ്ങൾ പറഞ്ഞു ഭൂമിയുടെ കാര്യം. നോക്കൂ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എൽസൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, അതിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു. അവിടെ കോൺക്രീറ്റ് ഈ വീടുകളും ടൗൺഷിപ്പ് പണിയുന്നതിൻ്റെയും കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ ഓരോന്നും വാർത്തയായിട്ടുണ്ട്. അതുകൊണ്ട് പണി നടക്കുന്നില്ല എന്ന് പറയുന്നത് താങ്കളുടെ വാദം അപ്പോൾ തന്നെ തീർന്നു. എന്ന് വെച്ചാൽ DYFIയും നടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, നടക്കുന്നു സമ്മതിച്ചല്ലോ.
അല്ല പറയാത്ത ശരി. കാര്യം പറയരുത്. ഇല്ലില്ല. പറയിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. Okay, right. പിന്നെ സനോജ് ചോദിച്ച നേരത്തെ ഒരു കാര്യം എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും എന്നൊക്കെ ചോദിച്ചല്ലോ സനോജെ. ഞങ്ങൾ ഈ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഈ സനോജ് അപ്പുറത്തും ഞങ്ങൾ ഇപ്പുറത്തുമായിട്ട് നിലമ്പൂരിലൂടെ അത് നമ്മൾ ഒരുപാട് സ്പെസിഫിക് ആയ ഒരു വിഷയം സംസാരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പിരിവുമായി ബന്ധപ്പെട്ടാ പറഞ്ഞേ. പിരിവുമായി നിങ്ങൾ എങ്ങനെ ചെല്ലുന്നാ ചോദിച്ചത്. കോൺഗ്രസുകാർ എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ പിരിവെടുത്ത് തട്ടിപ്പ് നടത്തുന്ന സംഘടനയാണ് എങ്കിൽ വീണ്ടും പിരിവിന് എങ്ങനെ ചെല്ലും? ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉള്ള സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസുകാർ സമയം പോയതുകൊണ്ട് വോട്ട് ചെയ്തത് അതൊക്കെ സനോജ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് മുഖത്തിനനുസരിച്ചാണ് ഏത് മുഖം പറഞ്ഞാലാണ് വോട്ട് ചെയ്യുക പറയുന്നത് ആലോചിക്കുന്നത് നല്ലതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ കണക്കുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ സംശയം പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടിയൊക്കെ അവിടെ റിഫ്ലക്ട് ചെയ്തേനെ. നിങ്ങളോടൊക്കെ ചോദിച്ചേ ആ കാശ് എവിടെ പോയി, കിട്ടിയോ വല്ലതും ആരെങ്കിലുമൊക്കെ ചോദിച്ചേ. അത് കഴിഞ്ഞായി പോയി. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി മാറിയാണ്. ശരത്ത് ഇതേ ചോദ്യമാണല്ലോ. ശരത്ത് ഓർമ്മയുണ്ട് പന്നിയേക്കാൾ ശരത്തിനാണെന്ന് തോന്നുന്നു. പന്നിയേക്കാൾ മോശം കോൺഗ്രസുകാരെന്ന് പറഞ്ഞ് ഇതേ ചാനൽ ചർച്ച ഒരു ദിവസം കൈരളിച്ചാല ചർച്ച ലീഡ് അത് മനസ്സിലാക്കി. സനോജ് ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്തോന്ന് പറയാൻ വന്നതുകൊണ്ട് വേഗം നിജേഷ് അരവിന്ദ് ഈ ചർച്ച കാണുന്ന ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കരുത്. ഇവിടെ ഉയർന്നു വന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ച് അഭിപ്രായം പറയാനോ മറുപടി പറയാനോ നിങ്ങൾ തയ്യാറാവുന്നില്ല. ഉയർന്നു വന്ന വിഷയം ഇതാണ്. അവിടെ ദുരന്ത ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആവേശത്തോടു കൂടി 30 വീട് പ്രഖ്യാപിച്ചു. ആ 30 വീടിന് വ്യാപകമായി നാട്ടിലാകെ പണപ്പിരിവ് നടത്തി. രണ്ട് കാര്യവും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. പറയട്ടെ ഞാൻ നിങ്ങൾ പലതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആവർത്തിക്കും. നിങ്ങൾ അസ്വസ്ഥമാവുകയാണ്. സനോജ് പൂർത്തിയാക്കൂ ഒന്ന് ക്യുക്കായിട്ട് വേഗത്തിൽ. അല്ല നിജേഷ് പലതും ഇവിടെ പറഞ്ഞപ്പോഴും എനിക്ക് പറയാൻ അവസരം ഇല്ലാത്തതുകൊണ്ടല്ല, അറിയാത്തതുകൊണ്ടല്ല, ഞാനതൊക്കെ കേട്ടു നിന്നു, ഞാനത് അംഗീകരിക്കുന്നുണ്ടല്ല. ഇവിടെ ഞാൻ പറയുന്ന കാര്യം നിജേഷ് ഇത് കേൾക്കൂ. ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? വയനാട് ദുരന്ത ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ 30 വീട് ആവേശത്തോടുകൂടി പ്രഖ്യാപിച്ചു. ശരിയല്ലേ? ശരിയാണ്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു. ആ വീഡിയോ നോക്കിയാൽ മതി, പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് നിങ്ങൾ എന്താ ചെയ്തത്? വ്യാപകമായിട്ട് നാട്ടിലിറങ്ങി പണം പിരിച്ചു. ആ പണം പിരിച്ചതിന് ശേഷം സർക്കാർ അവിടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ പദ്ധതി പ്രഖ്യാപനത്തിൻ്റെ കൂടെ വിവിധ സംഘടനകൾ അണിനിരന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായില്ല. പോട്ടെ, നിങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഭാഗമാവുന്നില്ല എന്ന് കൂട്ടിക്കോ. എന്നാൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണമെല്ലാം അവിടെ പൂർത്തിയാവാൻ വേണ്ടി പോകുന്നു. മുസ്ലിം ലീഗ് അപ്പുറത്ത് വീട് നിർമ്മാണം ആ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ വെച്ച് നിങ്ങളുടെ അനുയായികൾ നിങ്ങളോട് ചോദിക്കുന്നുവല്ല ആ പിരിച്ച പണം എവിടെ? അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ചില മാധ്യമങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ആ കാര്യത്തിൽ. ഞങ്ങളെന്താ അഭിപ്രായം പറഞ്ഞു? ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഏതായാലും യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല. കാരണം 88 ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് KPCC ഏൽപ്പിക്കും എന്നല്ലോ പറയേണ്ടത്. 88 ലക്ഷത്തിന് പറ്റാവുന്ന വീട് ഞങ്ങൾ നിർമ്മിക്കും. ഞങ്ങൾക്ക് അത്രയേ ഈ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അത്രയും വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. എന്തായാലും നിങ്ങൾ 88 ലക്ഷമല്ലേ പിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലോ, അത് യാഥാർത്ഥ്യമാണല്ലോ. ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളെ ജനങ്ങൾ 20 കോടി ഏൽപ്പിച്ചിട്ടുണ്ട്. 20 കോടിയിൽ കൂടുതൽ തുക നമുക്ക് പിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു തർക്കത്തിനോട് പറയുന്നതല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ നിങ്ങളിങ്ങനെ അസ്വസ്ഥപ്പെടുന്ന കാര്യം. അതുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കൂടുതൽ മറുപടി പറയേണ്ടി വരും. പറയിക്കും നിങ്ങൾക്ക് പണം തന്ന ആളാണ് നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തത്, ഞങ്ങളൊന്നല്ല കേസ് കൊടുത്തത്. ക്ലിയർ. വളരെ പ്രധാനപ്പെട്ട രേഖകളും കണക്കുകളും വെച്ചാണ് ഈ ചർച്ച ആകെ മുന്നോട്ട് പോകുന്നതെന്ന് പറയട്ടെ. ഇതിനിടയിൽ രാഷ്ട്രീയമൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ DYFI 20 കോടി പരം രൂപ കൊടുത്തു. അതേ തുടർന്ന് എന്ത് സംഭവിച്ചു? അതായത് ഈ വർഷം 2025 മെയ് മാസം 29 ഒരു ത്രികക്ഷി കരാർ സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ്
ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൽ റെപ്രസെൻറ്റ് ചെയ്ത് സ്പെഷ്യൽ ഓഫീസറായിട്ട് സുഹാസ് IAS ആണ് വരുന്നത്. ത്രികക്ഷി കരാറിലെ ഒന്നാമത്തെ ആൾ, അത് ഫസ്റ്റ് പാർട്ടി. രണ്ടാമത്തെ പാർട്ടിയെ സ്പോൺസർ എന്നാണ് ഈ എഗ്രിമെൻറ്റിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് DYFI ആണ്. DYFIക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന VK സനോജാണ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ. ത്രികക്ഷി കരാറിലെ രണ്ടാമത്തെ കക്ഷി സ്പോൺസർ. മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കോൺട്രാക്ടറാണ്. ഇങ്ങനൊരു ത്രികക്ഷി കരാർ 2025 മെയ് മാസം 29 ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ വന്ന സ്പോൺസർമാരുടെ എല്ലാം പണം അതിലേക്ക് സമാഹരിച്ച് അവിടെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ലീഗിൻ്റെ വീടുകളുടെ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് ഒരു വലിയ പ്രഖ്യാപനം അവിടെ നടത്തിയത്. അന്ന് രാഹുൽ മാങ്കൂട്ടം അവിടെ വെച്ച് പറഞ്ഞു ഒന്ന് കണ്ടിട്ട് വേഗം വരാം. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ സമയബന്ധിതം എന്നതിൻ്റെ അർത്ഥം അവിടുത്തെ ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ സമയമായിട്ടില്ല എന്നാണോ? 88 ലക്ഷം രൂപയ്ക്ക് 30 വീടുകൾ വെച്ചു കൊടുക്കാമോ? അന്ന് പറഞ്ഞ നിലയിൽ മറ്റെല്ലാവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടും പറഞ്ഞ പൈസ പോലും നിങ്ങൾ പറയുന്നു പിരിച്ചിട്ടില്ല എന്ന്. ആളുകൾക്ക് വലിയ സംശയം, പിരിച്ചിട്ടും ആ പണം കണക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ആര് കൊണ്ടുപോയി എന്ന ചോദ്യം നിൽക്കുന്നു. അങ്ങനെ അടിമുടി അവ്യക്തതയും ആശയക്കുഴപ്പവും അഭിയോഗവും ദുരൂഹവും എല്ലാമായ ഒരു പരിപാടിയായി ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടമാണ്. മറ്റുള്ളവരൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബഹുദൂരം മുന്നിൽ പോയി കഴിഞ്ഞു. വളരെ ക്യുക്കായി നിജേഷ് അരവിന്ദ്. മെയ് 29 കരാർ വെച്ച് ജൂലൈ 2 ഉള്ളൂ. അപ്പൊ ബഹുദൂരമില്ല, പോയിട്ടുണ്ട്, അതിൽ അംഗീകരിക്കുന്നു. ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ജൂലൈ അവസാനം ഞങ്ങളും പണി ആരംഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം. എവിടെയാ സ്ഥലം? ഈ ചർച്ചയിൽ പറയാമോ? ഈ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയാമോ? അല്ല, അതെനിക്ക് പറയാനല്ലേ. എനിക്ക് കിട്ടിയ വിവരം വെച്ച് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റും. ധൈര്യമായി പറഞ്ഞോളൂ, ഇന്ന സ്ഥലത്ത് നമ്മൾ വീട് പണിയാൻ പോകുന്നു, സ്ഥലം ഇതാണ്, ഇത്ര ഏക്കർ പറഞ്ഞിട്ടുണ്ടോ? ശരത്തിന്റെ ലക്ഷ്യവും എന്റെ ലക്ഷ്യവും മുണ്ടക്കയിലെ സാധാരണക്കാരന് വീട് വെക്കലാണ് എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് വെച്ച് പറഞ്ഞ കാര്യം അത് ചെയ്യണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ജനം തന്ന പണം അതിനായി തന്നെ ഉപയോഗിക്കണം. അന്ന് ചർച്ചയ്ക്ക് കാണാം. ലാൽകുമാർ, വളരെ ക്യുക്കായി, നമുക്ക് വേഗം അവസാനം. ഉറപ്പായും വേണ്ടിവരും ചർച്ച. ലാൽകുമാർ, അല്ല വളരെ വേഗത്തിൽ പ്ലീസ്. അല്ല, കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് പണം പിരിച്ച്, കേരളത്തിലെ സമൂഹത്തിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് 100 വീടിനുള്ള പിരിച്ചിട്ട് 4 വീടിനുള്ളതേ പണിയെന്നുള്ളൊരു സാഹചര്യം കേരളത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചർച്ചയിനകത്ത് വളരെ ഗൗരവത്തോടുകൂടി നികേഷ് പറഞ്ഞ് പല കാര്യങ്ങളും പറയുമ്പോഴും വയനാട്ടിൽ നിങ്ങളുടെ DCCയിലെ ഒരു നേതാവ് ഈ പറയുന്ന പൈസ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ ഇപ്പോഴും റോഡിലിറങ്ങി നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, അയാളുടെ വീട്ടിലെ മകനും അദ്ദേഹവും. നമ്മൾ മറന്നു പോകരുത്. ആ ഡേറ്റ് കഴിഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞു, അത് മറന്നുപോയി. നിങ്ങൾ കൊടുക്കുന്നതിന്റെ കഥയൊക്കെ നമുക്കിത് ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കും. അതോട് ചെറുതായിട്ട് ഓർപ്പിച്ചില്ലെങ്കിലേ നമ്മളോട് പറഞ്ഞില്ലേ, സമൂഹം വളരെ വാലിഡാണ് ആ സ്റ്റേറ്റ്മെന്റ്, വളരെ വാലിഡായ നിരീക്ഷണമാണ്. സനോജ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ലാൽകുമാറിന്റെ ചർച്ച കഴിയുമ്പോൾ എന്തെങ്കിലും സംതൃപ്തി കിട്ടിക്കോട്ടെ, എനിക്ക് പ്രയാസമൊന്നുമില്ല. എന്നാലും ആ കുടുംബം രക്ഷപ്പെടരുത് അല്ലേ? അതാണ് സംതൃപ്തിയുടെ പ്രശ്നം അല്ലേ? അവര് സംതൃപ്തി എന്താ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾക്ക് എന്താ സംതൃപ്തി? അല്ലല്ല പണം അല്ലല്ല നിങ്ങൾ കൊടുക്കാം. നിങ്ങളെ KPCC അധ്യക്ഷൻ മഴ നനഞ്ഞും മഞ്ഞുകൊണ്ട് വയനാട്ടിൽ നിൽക്കുകയാണ്. നിങ്ങളത് മറക്കരുത്. ശരി സനോജ് കൊള്ളും. നിങ്ങൾക്ക് ശരത്തേട്ടാ, അല്ല നിജേഷ് ഇപ്പൊ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില വാദങ്ങൾ പറയുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ അവിടെ സ്ഥലമെടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറിയില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറിയാതെ നിജേഷ് അരവിന്ദ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥലം എടുത്തതെന്നല്ല ഇപ്പൊ എന്റെ സംശയം. നിങ്ങൾ ഈ പറയുന്നത് ഉച്ചക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥലത്തെ കുറിച്ച് പറയാതിരിക്കുക, ഇപ്പൊ നിങ്ങൾ സ്ഥലം എടുത്തു എന്ന് പറയുക. അയാൾ തന്നെ അന്തം വിട്ടു പോയിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദുർബലമാവുമ്പോ പച്ചക്കള്ളം അവതരിപ്പിക്കരുത്.
നിങ്ങൾ പറഞ്ഞതെല്ലാം പാളിപ്പോയി. നിങ്ങൾ പറഞ്ഞതെല്ലാം പാളിപ്പോയില്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം KPCC പ്രസിഡന്റ് എവിടെ? ഞാൻ പറയട്ടെ, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച കാര്യം ഏതായാലും ഈ ചർച്ചയ്ക്ക് പുതിയൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്, പുതിയ ലീഡ് കിട്ടിയിട്ടുണ്ട്. നിജേഷ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സ്ഥലം എടുത്തു എന്നാണ് പറഞ്ഞത്. ആ സ്ഥലം ഏതാണെന്ന് കണ്ടെത്താൻ മാധ്യമപ്രവർത്തകർക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയാൻ ഉത്തരവാദിത്വമുണ്ട്. നാളെ രാവിലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ആ സ്ഥലം കേരളത്തിന് കാട്ടിക്കൊടുക്കണം. നിജേഷ് ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ 30 വീട് വെക്കാൻ 88 ലക്ഷം രൂപയ്ക്ക് 30 വീട് വെക്കാൻ വയനാട്ടിൽ ആ ദുരന്ത ബാധിതർക്ക് എവിടെയാണ് സ്ഥലം കണ്ടെത്തി വാങ്ങി വെച്ചിട്ടുള്ളത് എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA നാളെ രാവിലെ കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ നിജേഷ് അരവിന്ദ് അതാണ് വെളിപ്പെടുത്തിയത്, യൂത്ത് കോൺഗ്രസ് ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെ അതറിയാൻ കേരളത്തിന് ഉത്തരവാദിത്വമുണ്ട്. അത് വെളിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടം MLAക്ക് ബാധ്യതയുമുണ്ട്. ന്യൂസ് അവസാനിക്കുന്നു.